ബഹുമാനപ്പെട്ട KCA സെക്രട്ടറി നാനയും വെള്ളി നക്ഷത്രമൊക്കെ വായിച്ചാണ് വളർന്നതെന്ന് പറഞ്ഞു. ഞാൻ വിസ്ഡനൊക്കെ വായിച്ചാണ് വളർന്നത്. ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഞാനൊരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥനായിട്ടും കേരള സൂപ്പർ ലീഗിന്റെ ലോഞ്ചിന് ഞാൻ ക്രിക്കറ്റ് പാഷൻ ആണ് എൻ്റെ മെയിൻ സ്പോർട്സ് പാഷൻ എന്ന് വേദിയിൽ പറഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും പ്രേമിക്കുന്ന സമയത്ത് അവൾ എനിക്ക് ആദ്യമായി വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റുകളിൽ ഒന്ന് ഒരു ഗ്രേ നിക്കൽസ് ബാറ്റാണ്. അപ്പോൾ അതിപ്പോഴും ഉണ്ട് വീട്ടിൽ. നമ്മുടെ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് വെന്യൂ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ട, ഇനിയും വലിയ രീതിയിൽ ഫെയിം കിട്ടേണ്ട ഒരു വെന്യൂ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാങ്കഡെ പോലെയും ഫിറോസ് ഷാ കോട്ട്ല പോലെയും ഈഡൻ ഗാർഡൻസ് പോലെയും ചെപ്പാക്ക് പോലെയും ഒക്കെ ഒരു ഐക്കോണിക് ക്രിക്കറ്റ് വെന്യൂ ആയി വരാൻ ഉള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയാണ് അദ്ദേഹം പറഞ്ഞ 2017 ഓൾമോസ്റ്റ് വാഷ്ഡ് ഔട്ടായ ആ മാച്ചിനെ കുറിച്ച്. അന്ന് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കലായിട്ട് അറിയാവുന്ന ക്രിക്കറ്റ് പ്രേമികൾ, ഞാൻ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ, ഈ സ്റ്റേഡിയത്തിന്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് ഭയങ്കര അഭിമാനപൂർവ്വം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഗ്രേറ്റ് വർക്ക്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്രിക്കറ്റ് മാച്ച് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നും സെന്റർ സ്ട്രിപ്പിൽ പോയി കുറച്ചു നേരം ഇങ്ങനെ ബാറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇറ്റ് ഇസ് ട്രൂലി ഒരു ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ ഫിക്സ്ചേഴ്സ്, ടെസ്റ്റ് മാച്ചുകളും വൈറ്റ് ബോൾ ക്രിക്കറ്റും എല്ലാം തന്നെ വരേണ്ട ഒരു ട്രൂലി ഡിസേർവിംഗ് ആയിട്ടൊരു വെന്യൂ ആണ്. അതിനെയും വരും കാലങ്ങളിൽ BCCIയും ICCയും ചേർന്ന് ഇങ്ങനൊരു വെന്യൂവിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവുകയും വല്ലപ്പോഴും ഒരു ഇന്റർനാഷണൽ മാച്ച് എന്നുള്ളതിലുപരി ഇന്ത്യയിൽ എപ്പോൾ ഒരു ഇന്റർനാഷണൽ ടീം ടൂർ ചെയ്താലും ഒരു ഫിക്സർ എങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.